ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ എന്ത് വേണ്ടി നോക്കാനായിട്ട് ഇത് കണക്കത്തെ പോസ്റ്റർ അങ്ങനെ നമുക്ക് Pixallab എളുപ്പം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ ഫോണ്ടും അത് കണക്ക് തന്നെ PNG എല്ലാം ഞാൻ ഫ്രീ ആയിട്ട് ഒരു പാസ്വേഡ് ഇല്ലാതെ ഞാൻ ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സേഫായിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് കണക്കത്തെ നല്ല Pixallab ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് കണ്ടിട്ടാണ് ഇടാറുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ ഇട്ടേക്ക് പോവാം. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ Pixallab ഓപ്പൺ ചെയ്ത് കണക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എപ്പോഴും വരുന്നുണ്ട്, അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈസ് ഒന്ന് മാറ്റണം. ഇപ്പം നമ്മൾ സാധാ സ്ക്വയറിൻ്റെ സൈസിലാണ് എടുക്കുന്നത്. നമുക്ക് എന്നിട്ട് ഈ സൈസിൽ പോയിട്ട് ഇത് കണക്ക് അടിക്കണം. ഇപ്പോൾ രണ്ടെണ്ണത്തിൽ ഹൈറ്റും വിട്ടും കറക്റ്റായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് അടിക്കാം. ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈസ് വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്തതായിട്ട് നമുക്കിതിനകത്ത് ബാക്ക്ഗ്രൗണ്ടിലൊരു ഇമേജ് സെറ്റാക്കണം. ഇമേജ് അല്ല, ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കണം. അപ്പോൾ അതിനായിട്ട് കളറിൽ പോയിട്ട് നമുക്കിങ്ങനെ ഇഷ്ടമുള്ള കളർ എടുക്കാം. ഇപ്പോൾ നമുക്കിതിനകത്ത് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് ഏതെങ്കിലും കൊടുക്കാം. ഇത് കണക്കാണ് ഞാൻ ചെയ്തിട്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇതെടുത്തിട്ട് നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. എന്നിട്ട് നമുക്കിപ്പം ഇതിനകത്ത് ഡാർക്കായിട്ട് കിടക്കുന്ന കളർ എടുത്തിട്ട് നമുക്ക് അങ്ങ് ഇതിനകത്ത് ഈ കളറിൻ്റെ ഓപ്ഷൻ വെക്കണം. മാറിപ്പോയത് ഇതിനകത്ത് നമ്മൾ അത് എടുക്കണം. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഓറഞ്ച് ബോർഡർ വരുന്നതാണ്. എന്നിട്ട് ഇതിനകത്ത് തൊട്ടിട്ട് നമുക്ക് ഈ കളറിൻ്റെ ഐക്കണിൽ ഞെക്കണം. എന്നിട്ട് ഇത് ഫുള്ളങ്ങ് കറുപ്പാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഓക്കെ അടിക്കുമ്പോൾ കാണാൻ പറ്റും സൈഡ് മൊത്തം ബ്ലാക്ക് ആയത്. ഇനി അത് കണക്ക് തന്നെ മറ്റേതിനകത്ത് വെക്കുമ്പോൾ ഒരു ബോർഡർ വരുന്ന കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഡാർക്ക് പച്ചയാണ് ആക്കേണ്ടത്. അപ്പോൾ പച്ചയിലോട്ട് കൊണ്ട് വെച്ചിട്ട് കറക്റ്റായിട്ട് ഡാർക്കാക്കാം. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഓക്കെ കൊടുക്കാം. നമുക്കാണെങ്കിൽ ആവശ്യമുള്ള കണക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല ഡാർക്ക് ഇതായിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ടിക്ക് കൊടുക്കാം. ഇതിനകത്ത് ഇങ്ങനെ അവർ തന്നെ കുറേ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ റീസെൻ്റായിട്ട് ചെയ്തത് അവിടെ തന്നെ കിടക്കും. അപ്പോൾ നമുക്കിതിൻ്റെ മണ്ടയിൽ കുറച്ച് ഗ്രെയിൻ കൊണ്ടുവരണം. ഗ്രെയിൻ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏറ്റവും അവസാനം എഫക്റ്റിൻ്റെ കണക്കൊരു ഓപ്ഷനിൽ പോയിട്ട് ഗ്രെയിൻ ഓണാക്കിയിട്ട് ആൽഫ അത്ര കൂട്ടിയിടണ്ട, നമുക്കല്ലാതെ മറ്റേത് കൂട്ടിയിട്ടൊന്ന് സേവ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഗ്രെയിനും വന്ന് കാണാം. നമുക്കിനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇടാൻ ഒരു ഇമേജ് എടുക്കണം. അതിനായിട്ട് ഇമ്പോർട്ട് എന്ന ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് എടുക്കാം. ഇതിൻ്റെ എല്ലാം ഇമേജ് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ചെയ്ത് വെച്ചേക്കാം. കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ഇത് ഇങ്ങോട്ട് എടുത്തിട്ട് ബാക്ക് ഇടണം. അപ്പോൾ നമ്മൾ ഇത് കണക്ക് ഈ ഇൻസ്റ്റാഗ്രാം സൈസാക്കി നമുക്ക് ഈ ഒരു ഫോട്ടോയുടെ ക്ലാരിറ്റി നന്നായിട്ട് കുറയും. അപ്പോൾ ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്തപ്പോൾ അറിയാതെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. എന്തായാലും നന്നായിട്ട് ക്ലാരിറ്റി ലോസ് ആയിട്ടുണ്ട്. നമ്മളെ നേരത്തെ അപേക്ഷിച്ച് നല്ല ക്ലാരിറ്റി ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഡിലീറ്റ് ആക്കിയിട്ട് ഒന്നും കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒന്നും ചെയ്യാതെ ടിക്ക് കൊടുത്തിട്ട് ഇതിനകത്ത് വെച്ച് സൂം ചെയ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ നമ്മളിങ്ങനെ വെക്കുന്നത് മാത്രമല്ല, അതിൻ്റെ ഒപ്പാസിറ്റി നന്നായിട്ട് കുറയ്ക്കണം. അതിനാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലെ പച്ചയും കറുപ്പും ചെയ്തത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ കളറൊന്ന് അതിനകത്ത് തൊട്ടിട്ട് നമുക്കൊന്ന് ഒപ്പാസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഒപ്പാസിറ്റി നന്നായിട്ട് കുറയ്ക്കുകയും കൂട്ടുകയും രീതിയിലൊരു ഈ ഒരു റേഞ്ച് വെച്ച് എന്നിട്ട് നമുക്ക് തൃപ്തിയാകുന്നവരെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്നവർക്ക് ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ടിക്ക് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ ഇതാണ് എടുത്തത്. എന്നിട്ട് നമുക്കിനി അടുത്ത് ഇവിടെ ആയിട്ട് ചെയ്യാനുള്ളത് നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് ഓപ്പൺ ചെയ്യണം. ഒരു അത്തപ്പൂക്കളം കണക്ക് ഇത് നമുക്ക് എടുക്കാം. ആദ്യമേ ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ സ്ക്വയർ ആക്കാം. സ്ക്വയർ എടുത്തിട്ട് ടിക്ക് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇറേസ് കളർ എന്നൊരു ഓപ്ഷൻ കാണും. ഇറേസ് കളറ് നമുക്കതെടുക്കാം. സെൻറ്ററിലോട്ട് വെക്കണമെന്നൊന്നുമില്ല, നമുക്ക് ആദ്യമേ ഇതിൻ്റെ കളറൊന്ന് ഇറേസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നേരെ കളർ ഇറേസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി വൈറ്റാണ് ഇറേസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അത് പോയത്. എന്നിട്ട് നമുക്ക് ഇവിടെ ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഇതിനകത്ത് കളർ വെക്കണം. അപ്പം വൈറ്റ് വെച്ചിട്ട് നമ്മളിങ്ങനെ കറക്റ്റ് സെൻറ്ററിലോട്ട് വെച്ച് എന്നിട്ട് കുറച്ച് ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യണ്ട. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് പോയിട്ട് കളർ ഇഷ്ടമുള്ളതാണെങ്കിൽ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ കളർ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിനകത്ത് ഇതിനൊന്ന് മുമ്പ് ഇരിക്കുന്ന അയാളുടെ ഫോട്ടോ ഒന്ന് വെക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇമ്പോർട്ട് വെക്കാം. ആ കഥകളിയുടെ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതെടുക്കാം. എന്നിട്ട് അത് നമുക്ക് കഥകളിയുടെ അതും ഫ്രണ്ടിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കാം. നമ്മളിവിടെ കറക്റ്റായിട്ട് സെൻറ്റർ വെച്ച് കൊടുത്താൽ നമുക്ക് മറ്റേത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അപ്പോൾ നമുക്കിതിനകത്ത് ഇഷ്ടമുള്ള കളർ ഏത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നമുക്കിതിനകത്ത് ചുമപ്പോ കറുപ്പോ വെള്ളയോ ഏതെങ്കിലും കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ എനിക്ക് നന്നായിട്ട് തോന്നുന്നത് വെള്ളയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് കൊടുത്താലും നമുക്ക് നമ്മുടെ തൃപ്തി എന്ന കണക്കും നമുക്ക് ഇഷ്ടമുള്ള കണക്ക് ചോദിക്കാം. പിന്നെ അഭിപ്രായങ്ങൾ ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അഭിപ്രായം ചോദിക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ ഒപ്പാസിറ്റി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ എല്ലാം സെറ്റാക്കി. ഇനി നമുക്കിത് കറക്റ്റ് സെൻറ്ററിലോട്ട് വെക്കാം. രണ്ടെണ്ണം കറക്റ്റ് സെൻറ്ററിലോട്ട് വെക്കാം.
അപ്പോൾ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് കറക്റ്റ് സെൻറ്ററിലോട്ട് വെക്കുന്നതൊക്കെ നല്ലതായിരിക്കും. എന്നിട്ട് രണ്ടും പിൻ ചെയ്യാം. പിൻ ചെയ്യാന്ന് വെച്ചാൽ രണ്ടും കൂടെ നമുക്ക് മെർജ് ചെയ്ത് ഒന്നാക്കാം. എന്നിട്ട് ഇപ്പം നിങ്ങൾ കാണാൻ ഇനി ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് സെൻറ്ററിലാണ് ഇരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്താനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഗ്രിഡിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് നോക്കാം. ഗ്രിഡിൻ്റെ ഇപ്പോൾ എന്തായാലും ഇവിടെ ഇങ്ങനെ സെൻറ്റർ കൊടുത്തിട്ട് നമുക്ക് ടിക്ക് ചെയ്യേക്കാം. എന്നിട്ട് നമ്മുടെ ഗ്രിഡ് ഓൺ ആക്കിയാൽ നമുക്ക് ഇതിൻ്റെ അറ്റമൊക്കെ പോയേക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കറക്റ്റ് സെൻറ്ററാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത്, എന്നിട്ട് നമുക്ക് ഇവിടെ അടുത്ത ഹാപ്പി ഓണമെന്ന് ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഹാപ്പി എന്ന് ടൈപ്പ് ചെയ്യാം. HAPPY ഹാപ്പി. അപ്പോൾ ഇവിടെ എൻ്റെ ഫോൺ കുറച്ച് നല്ല ലാഗാണ്, അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലാഗായി പോകുന്നത്. എന്നിട്ട് നമുക്ക് ഓക്കെ ഞെക്കാം. എന്നിട്ട് നമുക്ക് ഫോൺ എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു PUBGയുടെ ടൈപ്പ് ഫോണുണ്ട്, അതാണ് നമ്മൾ ഓണത്തിന് ഉപയോഗിക്കുന്നത്. ഇവിടെ സാധാ ഒരു ഫോണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ക്രോമിൽ നിന്ന് കയറി ഡൗൺലോഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് എന്തായാലും ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫ്രീ ആയിട്ട് ലിങ്ക് എല്ലാം കൊടുക്കാം, ഉറപ്പായിട്ടും കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഹാപ്പി എന്ന് കൊടുത്തിട്ട് നമുക്ക് കറക്റ്റ് സെൻറ്ററിലോട്ട് വെക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ലെറ്ററിൻ്റെ ഇടയിൽ കുറച്ച് സ്പേസിങ് ഇടുവാണ്, ഇട്ടിട്ട് നമുക്ക് കറക്റ്റ് സെൻറ്ററിലോട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഇവിടെ സെൻറ്ററിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് കറക്റ്റ് സെൻറ്റർ വെക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും നല്ല കളർ കണ്ടുപിടിക്കണം, അതൊരു വലിയ ടാസ്ക്കാണ്. അതിന് നമുക്ക് ഇച്ചിരി മേലോട്ട് വെക്കാം. അതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിവിടെ കളർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കളർ എടുത്തിട്ട് ഇഷ്ടമുള്ള കളർ എടുക്കാം. അതിനകത്ത് നമുക്ക് ഏതെങ്കിലും കളർ എടുത്താൽ പോലെ നമുക്ക് ഈ ഇമേജിൻ്റെ കൂടെ സെറ്റായിട്ടിരിക്കണം. ലൈറ്റ് ആയാലും ഡാർക്ക് ആയാലും പച്ചയുടെ കണക്ക് തന്നെ എടുത്താൽ നമുക്കത് ക്ലിയർ ആകത്തില്ല. അപ്പോൾ നമ്മൾ ലൈറ്റ് പച്ച എടുത്ത്, ഇത് എനിക്ക് അത്ര കംഫർട്ട്, ഇതെനിക്ക് ഇച്ചിരി കൂടെ ഇഷ്ടപ്പെട്ടു. അപ്പം ഇതെടുക്കാം, അല്ലെങ്കിൽ ഇത് തന്നെ മതി. ഇതിനകത്ത് ഇപ്പോൾ ലൈറ്റ് ആയാൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആയതുകൊണ്ട് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഹാപ്പി. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്കറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഹാപ്പി അടിച്ച് കഴിഞ്ഞ് നമുക്ക് അടുത്ത് ഹാപ്പി ഓണമെന്ന് അടിക്കാനായിട്ട് പിന്നെയും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടെസ്റ്റ് എടുക്കാം. എന്നിട്ട് ഓണമെന്ന് അടിക്കാം. നമുക്ക് എങ്ങനെയായാലും ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ മലയാളത്തിൻ്റെ ഫോണ്ടൊന്നും വലുതായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷിൻ്റെ ഫോണ്ട് എടുക്കുന്നത്. ഇംഗ്ലീഷ് എടുത്ത് ഇപ്പോൾ ഇവിടെ ഓണമെന്ന് എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് PUBGയുടെ ഫോണ്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഒരെണ്ണം PUBGയുടെ ചെയ്തിട്ടുണ്ട്, ആ ഫോണ്ടാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആ ഫോണ്ടിൻ്റെ ബഗ്ഗും കാര്യങ്ങളൊക്കെ മാറി ഞാൻ വീഡിയോയിലൂടെ അറിയിച്ചായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് PUBGയുടെ ഇൻട്രോ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് പോയി ചെക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇൻട്രോ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഓക്കെ ആക്കാം. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കണക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളർ ഹാപ്പിയുടെ സെയിം കളർ തന്നെ കൊടുക്കാം. ഈ കളർ തന്നെ കൊടുക്കാം. നമുക്കിനി പോയിട്ട് കുറച്ച് സൈസ് അഡ്ജസ്റ്റ് ചെയ്താലേ അത് അവിടെ നിന്ന് മൂവ് ആകത്തുള്ളൂ. അപ്പോൾ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഹാപ്പി ഓണത്തിൻ്റെ അടിയിലോട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് കാണിക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി എനിക്ക് ഇതിനകത്തൊക്കെ കറക്റ്റായിട്ടെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ അടിയിൽ ഞാൻ ഡിസൈൻ ബൈ PV എന്നൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ നമുക്ക് സ്റ്റേ സേഫ് സ്റ്റേ ഹാപ്പി എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ആദ്യം ബുക്കിൽ ഡ്രോ ചെയ്ത് വെക്കുക. അതാണ് എനിക്ക് തരാനുള്ള ഏറ്റവും വലിയ ടിപ്പ്. നിങ്ങൾ എന്തായാലും ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ബുക്കിലൊന്ന് എവിടെയെങ്കിലും ഒന്ന് സ്കെച്ചിട്ട് വെച്ചിട്ട് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് അവസാനം എടുക്കുമ്പോൾ നമ്മുടെ ഫോട്ടോയും നല്ല സൂപ്പറായിരിക്കും. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് തിരുത്താനാണെങ്കിൽ തിരുത്തി എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഇമേജ് എല്ലാം ഡൗൺലോഡ് ചെയ്തത് ഞാൻ ഫ്രീ ഇമേജ് മാൻ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അതിനകത്ത് നിന്നാണ്. അത് നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും പറ്റും, ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാനും പറ്റും, അത് കണക്ക് തന്നെ പിക്ചർ സ്കാൻ ചെയ്യാനും പറ്റും. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഔട്ട്ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ലുക്ക്. ഇത് നമ്മൾ ആദ്യമേ തന്നെ കണ്ടതാണ്. അപ്പോൾ ഞാനിപ്പം നമ്മുടെ ഇതിൻ്റെ സ്ക്രീനിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഇത് നമ്മുടെ ഇപ്പം ആ ഷോർട്സ് ബൈ PVയുടെ സ്ഥാനത്ത് ഡിസൈൻ ബൈ PV നമ്മുടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സ്റ്റേ സേഫ് സ്റ്റേ ഹാപ്പി അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു കണ്ടൻറ്റായിട്ട് നമുക്ക് അവിടെ ഉറപ്പായിട്ടും അടുത്ത വീഡിയോ കാണാം. അപ്പം ഗുഡ് ബൈ. കമൻറ്റ് ഇട്ടിട്ടേ പോവൂ. ബൈ.